നിങ്ങളിപ്പോൾ സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ പോവുകയാണല്ലോ. നേരത്തെ കേരളത്തിന്റെ ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്ന് ആരോപിച്ച് 1-2 പുരസ്കാരങ്ങൾ നമ്മുടെ സർവകലാശാലകൾക്ക് തന്നെന്ന്. സാർ, എനിക്ക് ഇവർക്ക് ഈ അവാർഡുകൾ കൊടുക്കുന്ന ആ ആളുകളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അവരെ കാണുകയെന്ന് അവർക്ക് പിടിച്ചിട്ട് നമുക്കൊരു അവാർഡ് കൊടുക്കണം. കാരണം ഈ സർവകലാശാലകൾക്ക് അവാർഡ് കൊടുത്ത ആ സമിതി ഉണ്ടല്ലോ, അവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ആകെയുള്ള സർവകലാശാലകളിൽ ഒറ്റയൊരെണ്ണത്താണ് VC ഉള്ളത്. കേരള സർവകലാശാലയും MG യൂണിവേഴ്സിറ്റിയും A++ നാക് അക്രഡിറ്റേഷനിൽ നേടി. കുസാറ്റും കാലടി സർവകലാശാലയും കാലിക്കറ്റ് സർവകലാശാലയും A+ ആണ് നേടിയത്. NIRF റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ 9, 10, 11 സ്ഥാനങ്ങൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് ലഭിച്ചു. ടൈംസ് റാങ്കിങ്ങിലും QS റാങ്കിങ്ങിലും ഇടം പിടിച്ചു. ഇവിടെ ബഹുമാന്യനായ ശ്രീ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ടായിരുന്നു, അമേരിക്കയിലത്തെ ഏതോ അവാർഡ് വാങ്ങിയെന്ന് ഞാനിവിടെ പറഞ്ഞു എന്ന്. എൻ്റെ പൊന്ന് സുഹൃത്തെ, അത് അന്തർദേശീയ തലത്തിലുള്ള ഗുണനിലവാര പരിശോധനകളുടെ റാങ്കിങ് ഫ്രെയിംവർക്കിൻ്റെ ഒരു കേന്ദ്രമാണ് ടൈംസ് റാങ്കിങ്ങും QS റാങ്കിങ്ങും ഒക്കെ. അല്ലാതെ അതേതെങ്കിലും അമേരിക്കൻ സംഘടനയുടെ അവാർഡല്ല. ഇതൊക്കെ മിനിമം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഉയർന്നു വന്ന ഒരു നേതാവിന് ഇതൊക്കെ ഒന്ന് മിനിമം പഠിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്.